ഹലോ, ഇന്ന് കുറച്ച് വെരി യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസസ് നോക്കാം. ഹിന്ദിയിലും മലയാളത്തിലും എന്നും ഉപയോഗിക്കാൻ പറ്റിയ സെൻറ്റൻസ് ആണ് കേട്ടോ. നിനക്കെന്നെ വിശ്വാസമുണ്ടോ? ക്യാ തും മുझ पर भरोसा करते हो? ക്യാ തും, നീ എന്നിൽ, മുझ पर എന്ന് പറഞ്ഞാൽ എന്നിൽ, നീ എന്നിൽ ഭരോസ കർത്തേ ഹോ. ഭരോസ കർണ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിനക്കെന്നിൽ വിശ്വാസമുണ്ടോ? നിനക്കെന്നെ വിശ്വാസമുണ്ടോ? ക്യാ തും മുझ पर भरोसा करते हो? ഭരോസ കർണ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. ഞാൻ അവനോട് സംസാരിക്കില്ല. മേ ഉസേ ബാത് നഹീം കരൂംഗ. അത് ഫ്യൂച്ചർ ടെൻസ് ആണ് കേട്ടോ. ഞാൻ അവനോട് സംസാരിക്കില്ല, ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതാണ്. മേ ഉസേ ബാത് നഹീം കരൂംഗ എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട്, മേ ഉസ്സേ, മേ എന്ന് പറഞ്ഞാൽ ഞാൻ, ഉസ്സേ അവനോട്, ബാത് നഹീം കരൂംഗ സംസാരിക്കില്ല. ബാത് കർണ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. ബാത് നഹീം കരൂംഗ സംസാരിക്കില്ല. അവൾ വളരെ ക്ഷീണിതയാണ്. വോ ബഹുത് തക്കി ഹെ. തക്കി ഹെ, വോ ബഹുത് തക്കി ഹെ. അവൾ വളരെ ക്ഷീണിതയാണ്. തഖ്ന എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുകയാണ്. തഖ്യ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു. തഖിയെ ക്ഷീണിതയാണ്. വോ ബഹുത്, അവൾ വളരെ. അവളോ അവനും അവ കേട്ടോ. അവളാണെങ്കിലും അവനാണെങ്കിലും അതാണെങ്കിലും നമുക്ക് വോ എന്ന് ഉപയോഗിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും വിദേശത്ത് പോയിട്ടുണ്ടോ? ക്യാ ആപ് കബി വിദേശ് ഗയേ ഹെ? ക്യാ, ക്യാ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു വേർഡാണ്. എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. തുടക്കത്തിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ അവസാനത്തിൽ ഉപയോഗിക്കാം. ക്യാ ആപ് കബി വിദേശ് ഗയേ ഹെ, ഇത് സേവ് ഹെ. ആപ് കബി വിദേശ് ഗയേ ഹെ ക്യാ, അങ്ങനെയും ചോദിക്കാം. ആ ക്യാ അപ്പുറം ഇപ്പുറത്തും വേണമെങ്കിൽ വെക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും വിദേശത്ത് പോയിട്ടുണ്ടോ? വിദേശത്തിന് വിദേശ് തന്നെയാണ് പറയട്ടോ. കബി എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും. അവൾ ഇവിടെ ഇല്ല. വോ യഹാ നീ ഹെ. വോ, വോ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ എഴുതുമ്പോൾ ശരിക്കും വോ അല്ല എഴുതേണ്ടത്. നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ വോ എഴുതിയതാണ്. വഹ് എന്നാണ് എഴുതേണ്ടത്. പക്ഷെ അതിന്റെ പ്രൊനൗൺസിയേഷൻ എപ്പോഴും വോ എന്നാ. വോ യഹാനിയ, യേ വഹാനിയ. അതിൽ ഹ നമ്മൾക്ക് ഉച്ചരിക്കുമ്പോൾ കേൾക്കാൻ പറ്റില്ല. ഓക്കെ. അവധിക്ക് നിങ്ങൾ എവിടെ പോയി? ആപ് ചുട്ടി പർ കഹാങ്കേ. ആപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ, താങ്കൾ. ചുട്ടി എന്ന് പറഞ്ഞാല് അവധി. കഹാങ്കേ എവിടെ പോയി. അത്താഴത്തിന് എന്താണ്? രാത് കെ ഖാനെ കെ ലിയെ ക്യാ ഹെ. രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണത്തിനാണല്ലോ നമ്മൾ അത്താഴം എന്ന് പറയാം. ഓക്കെ. അപ്പോ രാത് കെ ഖാനെ കെ ലിയെ ക്യാ ഹെ എന്ന് വെച്ചാൽ രാത്രി കഴിക്കാൻ എന്താണ്. കെ ലിയെ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഭക്ഷണത്തിന് വേണ്ടി, ഭക്ഷണത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്. ക്യാ ഹെ എന്താണ്. അവിടെ കാലാവസ്ഥ എങ്ങനെ? വഹ മൗസം കൈസാ ഹെ. മൗസം, മൗസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയാണ്. ക്ലൈമാറ്റ് ഇല്ലേ, ക്ലൈമാറ്റ് നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന അത് തന്നെയാണ് മൗസം. വഹ അവിടെ, കൈസാ ഹെ എങ്ങനെ, അവിടുത്തെ കാലാവസ്ഥ എങ്ങനെ. നമ്മളിപ്പം ഫോണിലൊക്കെ സംസാരിക്കാൻ, മക്കളൊക്കെ വിദേശത്തോ അല്ലെങ്കിൽ വേറെ ഏത് നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചോദിക്കും വഹ മൗസം കൈസാ ഹെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെ. എനിക്കിത് ഇഷ്ടമില്ല. മുജെ യേ പസന്ത് നീ ഹെ. എനിക്ക് എന്ന് പറയുന്ന മുജെ, യേ ഇത്. യേ, അവിടെ ഹ നമുക്ക് കേൾക്കാൻ പറ്റരുത് സംസാരിക്കുമ്പോൾ കേട്ടോ. യഹ് വഹ് എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കരുത്. യേ വോ. മുജെ യേ പസന്ത് നീ ഹെ, എനിക്കിത് ഇഷ്ടമില്ല. പസന്ത്, പസന്ത് കർണ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക. ഏറ്റവും അടുത്തുള്ള ആശുപത്രി ഏതാണ്? നികട്തം അസ്പത്താൽ കോൺസാ ഹെ. നികട്തം, നികട്തം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഞാൻ പറയാ. അസ്പത്താൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ, ആശുപത്രി. ഹോസ്പിറ്റലിന് പറയുന്ന പേരാണ് അസ്പത്താൽ. കോൺസാ ഹെ ഏതാണ്. കോൻ എന്ന് പറഞ്ഞാൽ ആരും, കോൺസാ എന്ന് പറഞ്ഞാൽ ഏതുമാണ് കേട്ടോ. അത് വ്യത്യാസം മനസ്സിലാക്കണം. കോൻ എന്ന് പറഞ്ഞാൽ ആര്, കോൺസാ എന്ന് പറഞ്ഞാൽ ഏത്. എനിക്ക് ഇത്തിരി സമയം തരൂ. മുജെ കുച്ച് സമയം ദോ. എനിക്ക് മുജെ, മുജെ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ നന്നായിട്ട് അറിയാം, ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. കുച്ച് എന്ന് പറഞ്ഞാൽ ഇത്തിരി. സമയം തരൂ, സമയം ദോ. സമയത്തിന് ഹിന്ദിയിലും പറയാ സമയം തന്നെയാണ്. സമയം എന്ന് പറഞ്ഞാൽ സമയം. മുജെ കുച്ച് സമയം ദോ, മുജെ കുച്ച് സമയം ദോ, എനിക്ക് ഇത്തിരി സമയം തരൂ. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. മേനെ ഐസാ നഹീ സോച്ചാ ഥാ. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. പാസ്റ്റ് ടെൻസ് ആണിത്. മേനെ ഐസ നഹീ സോച്ചാ ഥാ. മേനെ ഞാൻ, ഐസ അങ്ങനെ, നെയ് സോച്ചാ ഥാ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവ പാസ്റ്റ് ടെൻസ് കാണിക്കാനാണ് എപ്പോഴും ഥാ ഉപയോഗിക്കുന്നത് അവസാനം കേട്ടോ. ഥാ. ഞാൻ അവനെ കണ്ടിട്ട് പോലുമില്ല. മേനെ തോ ഉസേ ദേഖാ തക് നേ. ദേഖാ തക് കണ്ടിട്ട് പോലുമില്ല. കണ്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞാൽ പോലും എന്ന് ഉപയോഗിക്കുന്നതിനാണ് അവിടെ തക്ക് ഉപയോഗിച്ചത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അവനെ കണ്ടിട്ടില്ല എന്ന് മാത്രമാണെങ്കിലോ മേനെ ഉസേ ദേഖാനേ. ഈ തക്ക് അവിടെ വന്നത് കണ്ടിട്ട് പോലുമില്ല എന്നുള്ള. അവ പോലും എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ തക്ക് ഉപയോഗിച്ചത്. മേനെ ഞാൻ, ഉസേ ദേഖാത്തക്കിനെ അവനെ കണ്ടിട്ട് പോലുമില്ല. അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. വോ യഹീം കഹീം ഹോഗ. ഇവിടെ എവിടെയെങ്കിലും,
ഇവിടെ എന്ന് പറയുന്നത് യഹി, യഹാ എന്നും പറയാട്ടോ. യഹാം കഹ കഹി എന്ന് പറയാം. യഹാം കഹി എന്ന് പറഞ്ഞാൽ അത് ശരിയാ. കഹി എന്ന് പറഞ്ഞാൽ എവിടെയും, എവിടെയും ഉണ്ടായിരിക്കും, എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. ഹോക, അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുക. വോ യഹിം കഹിം ഹോക, അല്ലെങ്കിൽ യഹാം കഹി ഹോക, അങ്ങനെയും പറയാം. എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. മുജെ ആപ്സെ ബാത് കർണ പസന്ദ് നീ ഹൈ. അപ്പൊ നമ്മൾ ആരുടെയും വഴക്കൊക്കെ കൂടിയിരിക്കുമ്പം മിണ്ടാതിരിക്കാൻ തോന്നുന്നൊരവസ്ഥ ഉണ്ടായില്ല. അപ്പൊ പറയുന്നത് എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ പറയും, മുജെ ആപ്സെ ബാത് കർണ പസന്ദ് നീ ഹൈ. മുജെ, എനിക്ക്, ആപ്സെ താങ്കളോട്, അല്ലെ നിങ്ങളോട്, ബാത് കർണ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, പസന്ദ് നീ ഹൈ എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല, പസന്ദ് ഹേ എന്ന് പറഞ്ഞാലോ ഇഷ്ടമുണ്ട്. മുജെ ആപ്സെ ബാത് കർണ പസന്ദ് നീ ഹൈ. ഇതൊക്കെ വളരെ സിമ്പിൾ സെന്റൻസസ് ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാണ്ടാവും. എന്നാലും ഒന്ന് റിവൈസ് ചെയ്തോളൂ. എന്നെ നിരാശപ്പെടുത്തരുത്. മുജെ നിരാശ് മത് കരോ. നിരാശയ്ക്ക് ഹിന്ദിയിലും പറയാം നിരാശ് എന്നാണ് കേട്ടോ. മുജെ നിരാശ് മത് കരോ എന്ന് പറഞ്ഞാൽ എന്നെ നിരാശപ്പെടുത്തരുത്. മത്ത് എന്ന് പറഞ്ഞാൽ അരുത് എന്നൊക്കെ നമ്മൾ പറയൂലേ. മത് കരോ, മത് ജാവോ, മത് ഖാവോ എന്ന് പറഞ്ഞാൽ തിന്നരുത്, പോകരുത്. മത് പിയോ എന്ന് പറഞ്ഞാൽ കുടിക്കരുത്. അപ്പൊ മത്ത് എന്ന് പറയുന്നത് വേണ്ട, ഇല്ല എന്നൊക്കെ കാണിക്കുന്നതിന് അരുത് എന്ന് പറയുന്നത്. അവന്റെ വിലാസം അറിയിക്കുക. ഉസ്ക പത ദോ. ഉസ്ക, അവന്റെ, പത്ത എന്ന് പറഞ്ഞാല് അഡ്രസ് ആണ് കേട്ടോ. വിലാസം അല്ലേ, അഡ്രസ്. ദോ എന്ന് പറഞ്ഞാൽ തരൂ, അല്ലെങ്കിൽ അറിയിക്കൂ. അറിയിക്കൂ എന്നുള്ളതിനല്ല ശരിക്കും. ദോ എന്ന് പറഞ്ഞാൽ താ, അവന്റെ അഡ്രസ് താ. അങ്ങനെ പറയുന്നതിനും നമുക്ക് അഡ്രസ് താ എന്ന് പറഞ്ഞാലും ഉസ്ക പത ദോ എന്ന് പറയാം. അവന്റെ അഡ്രസ് അറിയിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. എന്നെ കാത്തിരിക്കണം. മേരേലിയെ ഇന്തസാർ കർണ. മേരേലിയെ, എന്നെ, ഇന്തസാർ കർണ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നതിനാ പറയാം കേട്ടോ. ആരെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇന്തസാർ കർണ. ഇന്തസാർ കർണ വെയിറ്റ് ചെയ്യാൻ, എന്നെ കാത്തിരിക്കണം. മേരേലിയെ ഇന്തസാർ കർണ. അല്ലെങ്കിൽ മേര ഇന്തസാർ കർണ അത്ര പറഞ്ഞാലും മതി. ലിയെ അവിടെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കണം എന്ന് പറയുന്നത് എന്നെ കാത്തിരിക്കണം എന്ന് പറയുന്നത് രണ്ട് സംഗതി ഒന്നല്ലേ. മേര ഇന്തസാർ കർണ അത്ര പറഞ്ഞാലും അത് ധാരാളം. മുന്നോട്ട് പോകരുത്. ആകെ ബഡ്നാനെ. മുന്നോട്ട് പോകുന്നതിനാണ് മുൻപിലുള്ളതിന് ആകെയെന്നും പിറകിലുള്ളത് നമ്മൾ പീച്ചെ എന്നായിട്ട് പറയാം. ആകെ പീച്ചെ എന്ന് പറയില്ല, മുന്നിലും പിറകിലും. അപ്പം മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ ആകെ ബഡ്നാനെ, പിറകോട്ട് പോകരുതെന്നോ പീച്ചെ നീഞ്ചാന. ഓക്കെ, ആകെ ബഡ്നാനെ. അവൾ ജയിക്കുമോ? വോ ജീത് ജായകി ക്യാ? വഹ്, വോ. അപ്പം വഹ് എന്ന് എഴുതിയാലും വോ, ഹാ മുഴുവനായിട്ട് കേൾക്കാൻ പാടില്ല. ജീത് ജായകി ക്യാ, ജയിക്കുമോ. ജീത്ന എന്ന് പറഞ്ഞാൽ ജയിക്കുക. ജീത് ജായകി, ജയിക്കുമോ. ക്യാ, വോ ജീത് ജായകി ക്യാ, അവൾ ജയിക്കുമോ. ഒരു നിമിഷം ലൈനിൽ നിൽക്കുക. ഏക് പൽ കെ ലിയെ ലൈൻ പർ ഖടേ ജാവോ. പൽ എന്ന് പറഞ്ഞാൽ നിമിഷം കേട്ടോ. പൽ പൽ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹിന്ദിയിൽ. ഏക് പൽ കെ ലിയെ, ഒരു നിമിഷത്തേക്ക്, ലൈൻ പർ ഖടേ ജാവോ, ലൈനിൽ നിൽക്കൂ. നമ്മളിപ്പോ ലൈനൊക്കെ തെറ്റിച്ചിട്ട് ഒരു എന്തെങ്കിലും ഓഫീസിലോ എന്തെങ്കിലും ലൈനിൽ ക്യൂവിൽ നിൽക്കുക. അപ്പൊ തെറ്റിച്ചങ്ങോട്ട് നിൽക്കുമ്പോൾ പറയും ഏക് പൽ കെ ലിയെ ലൈൻ പർ ഖടേ ജാവോ, ഒരു നിമിഷം ലൈനിൽ നിൽക്കുക, അങ്ങനെ പറയില്ല. ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു. കിത്തനി ബാർ മേനെ ആപ്കോ ബുലായ. നിന്നെ എന്നുള്ളതിന് തുമേ എന്നാണ് പ്രോപ്പർലി ഉപയോഗിക്കേണ്ട വേർഡ്. പക്ഷെ ഹിന്ദിയിൽ തും എന്നുള്ള സ്ഥലത്തും മാക്സിമം സ്ഥലങ്ങളിലും നമ്മൾ ആപ്പ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അത് തെറ്റല്ല. പക്ഷെ ആപ്പ് ഉപയോഗിക്കേണ്ടടുത്ത് നമ്മൾ തും ഉപയോഗിച്ചാൽ അത് തെറ്റാണ്. തുമ്മിന് പകരം ആപ്പ് ഉപയോഗിച്ചാൽ അത് തെറ്റല്ല. കിത്തനി ബാർ മേനെ ആപ്കോ ബുലായ. നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു. നിങ്ങളേന്ന് വിളിക്കുമ്പോൾ അത് തന്നെ പറഞ്ഞാൽ മതി. നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ല. അപ്പനി ആവാജ് നീ സുൻ രഹി ഹെ. അപ്പനി ആവാജ് നഹി സുൻ രഹി ഹെ. നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ല. അപ്പനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, ആവാജ്, ആവാജ് എന്ന് പറഞ്ഞാൽ ശബ്ദം, ആവാസ്. അതും സാ അല്ല ജായോ അല്ല കേട്ടോ. അതിന് രണ്ടിന്റെ അടുക്കില്ല. ആവാസ്. നെഹി സുൻ രഹി ഹെ, കേൾക്കാനില്ല. മീന വിളിച്ചെന്ന് അവളോട് പറയൂ. ഉസേ കഹോ മീനാനെ ഫോൺ കിയ. അപ്പൊ ആരെങ്കിലും നമ്മളോട് ഫോൺ ചെയ്തിട്ട് പറയാ ഞാൻ അവളെ വിളിച്ചെന്ന് പറയണേ. അപ്പൊ എങ്ങനെ പറയാ? ഉസേ കഹോ മീനാനെ ഫോൺ കിയ. ആ മീന എന്നുള്ളത് മാറ്റിയിട്ട് ആരുടെ പേരാണ് എടുക്കേണ്ടത് അതങ്ങ് എടുത്താൽ മതി. ബാക്കി പാറ്റേൺ ഈസ് സെയിം. ഉസ്കോ കഹോ മീനാനെ ഫോൺ കിയ. ഒരു നിമിഷം കാത്തിരിക്കൂ. പൽ ഭർ കെ ലിയെ ഇന്തസാർ കരോ. ഒരു നിമിഷം. പൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിമിഷത്തിനാണ് പറയുക. ഒരു നിമിഷം നിൽക്കൂ. അപ്പോൾ ഒരു നിമിഷം കാത്തിരിക്കുക. പൽ ഭർ കെ ലിയെ. ഭർ എന്ന് പറഞ്ഞാൽ മുഴുവിപ്പിക്കുന്നവരെ, ഒരു നിമിഷം മുഴുവിപ്പിക്കുക, അങ്ങനെ വേർഡ് മീനിങ് എടുത്ത് അങ്ങനെ പറയാം. പൽ ഭർ കെ ലിയെ, ഒരു നിമിഷത്തേക്ക്, ഇന്തസാർ കരോ, കാത്തിരിക്കൂ. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. മേ സുന്നേ സക്ത. മേ സുന്നേ സക്ത. ഇതിന് രണ്ട് മീനിങ് എടുക്കാം. മേ സുന്നേ സക്ത എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ ജന്മനാൽ ഡെഫ് ആയിട്ടുള്ള ഒരാൾക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം പറയുന്നത് കേൾക്കുന്നില്ല. പക്ഷെ എക്സാക്ട് ഇതിന് മേ
മേ സുന്നേം പാരഹ, എപ്പം പറയുന്നത് കേൾക്കുന്നില്ല. മേ സുന്നേം പാരഹേഹ, അങ്ങനെയാ പറയേണ്ടത് കേട്ടോ. സുന്നേ സക്ത എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. പക്ഷെ സുന്നേ സക്ത എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഡെഫ് ആയിട്ടുള്ളവരും ആ വേർഡാണ് ആ സെന്റൻസ് ആണ് ഉപയോഗിക്കുക. അവനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്സെ കോൾ കർണേക്കിലെ കഹാ ഗയാ ഹെ. ഉസ്സെ കോൾ കർണ, ഉസ്സെ എന്ന് പറഞ്ഞാൽ അവനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിളിക്കുന്നതിനാണ് കോൾ കർണ. നമ്മൾ പറയില്ലേ എന്നെ വിളിക്കണേ, ഉസ്സെ കോൾ കർണ, അങ്ങനെ പറയും. കോൾ കർണേക്കിലെ കഹാ ഗയാ ഹെ പറഞ്ഞിട്ടുണ്ട്. നന്ദി, താങ്ക് യു, ധന്യവാദ്.